ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ചൂരമീൻ്റെ കഷ്ണങ്ങളുമായിട്ടാണ് കേട്ടോ. അതും നല്ല ഹൽവ കഷ്ണങ്ങൾ പോലെയുള്ള മീൻ കഷ്ണങ്ങളുമായിട്ട്. അത് നന്നായി കഴുകിയെടുത്തതാട്ടോ. ഇത് ഏകദേശം ഒരു 1/2 കിലോയോളം വരും. അപ്പോൾ എല്ലാ ദിവസവും മുളകിട്ട മീൻ കറിയാണല്ലോ കഴിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു വെറൈറ്റി പിടിക്കാൻ കരുതി. എന്ത്? അപ്പോൾ നല്ല തേങ്ങാപ്പാലി വറ്റിച്ച് വെക്കാനുള്ള പരിപാടിയാട്ടോ. അപ്പോൾ ആവശ്യത്തിന് എണ്ണയിലൊഴിച്ചു കേട്ടോ. ചട്ടിയെല്ലാം ചൂടായി എണ്ണയിലൊഴിച്ചു. അതിലേക്ക് ഒരു ഉലുവയിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം ബാക്കിയുള്ളവരെ വിട്ടാൽ മതിയല്ലോ. അങ്ങനെ എല്ലാ ഉലുവേനെ അങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നല്ല ഇഞ്ചി നീളത്തി അരിഞ്ഞത്, അത് നല്ല മുരുമുരാന്ന് വന്നതിന് ശേഷം മാത്രം നമ്മുടെ പച്ചമുളക് ചേട്ടനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് പച്ചമുളകിൻ്റെ സീഡെല്ലാം നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ചെറിയ ഉള്ളി ആവശ്യത്തിന് അരിഞ്ഞതും, അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നീളത്തിലോ കുനുകുനിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ അരിഞ്ഞ് അതിലേക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ എൻ്റെ കറിവേപ്പിൻ ചെടിയിൽ നിന്ന് കുറച്ച് കറിവേപ്പില പൊട്ടിക്കാറുള്ളൂ. അതും വീഡിയോയ്ക്ക് വേണ്ടി മാത്രം. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടമായവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അങ്ങനെ നമ്മുടെ കൂട്ടുകളെല്ലാം നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്ന അനുപാതത്തിൽ കൊട്ടിയിട്ടിട്ട് പോരാത്തതിനെ 2 അടി കൊടുത്ത് അതിലേക്ക് വീണ്ടും ചാടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ അത് നന്നായി മൂപ്പിച്ച് എടുത്തു കേട്ടോ. മൂപ്പിച്ചെടുത്തതിലേക്ക് നമ്മൾ നമ്മുടെ കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗേസ്. നമ്മുടെ കൊടംപുളിയെല്ലാം ചേർത്ത് നന്നായി ഒരു തിള വന്നു കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് കല്ലുപ്പെല്ലാം ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ഒന്നാം പാൽ ഒന്ന് ഒഴിച്ച് നല്ല രീതിയിൽ വറ്റിച്ച് ഒരു കുറുകിയ അവസ്ഥ എത്തുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ, അതായത് കഴുകി വാരി വെച്ച മീൻ കഷ്ണങ്ങൾ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ആവശ്യത്തിലധികം ചേർക്കാനൊന്നും ഇല്ലെങ്കിലും ഉള്ളതുപോലെ ഞാനങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായി വറ്റി കറിയെല്ലാം ഒരുവിധം വെന്ത് കുറുകി വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോഴാണ് മക്കളെ കറിയുടെ സ്റ്റൈല് മാറുന്നത്. അതായത് നല്ല തിക്ക് ഗ്രേവിയിൽ നല്ലൊരു മീൻ കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമായത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.